KSRTCയിൽ വനിതകളുടെ സൗജന്യ യാത്രയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഓർഡിനറി ബസ്സുകളിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര നടപ്പാക്കും. പ്രായം, വരുമാനം എന്നിവ മാനദണ്ഡമാക്കാതെയാണ് പ്രിയദർശിനി എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. KSRTCക്കുണ്ടാകുന്ന അധിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കും. ഓർഡിനറി ബസ്സിലാണല്ലോ ഇപ്പൊ സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഓർഡിനറി ബസ്സിൽ സൗജന്യം ഉണ്ടാവും. KSRTC വരുന്ന 6 മാസത്തിനുള്ളിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ ആരായണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ്. KSRTC ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. ശ്രീജിത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, തിങ്കളാഴ്ച മുതൽ സൗജന്യ യാത്രാ വിവരങ്ങൾ. ഉന്മേഷ UDFന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന്. UDFന്റെ പൊതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയാണ് ഇന്ദിരാ ഗ്യാരണ്ടികളുടെ കൂട്ടത്തിൽ അതിലൊന്നായി KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. അത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ജൂൺ 15 തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ എല്ലാ KSRTCയുടെ ഓർഡിനറി ബസ് സർവീസുകളിലും സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ വരുമാന ഭേദമന്യേ സൗജന്യമായിരിക്കും. ട്രാൻസ്ജെൻഡറുകൾക്കും ഈ സൗജന്യം ലഭിക്കും. ഭാവിയിൽ മറ്റ് സർവീസുകളിലേക്ക് കൂടി ഈ സൗജന്യ യാത്ര വ്യാപിപ്പിക്കുമെന്നാണ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനു മുന്നോടിയായി KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പരസ്യ വരുമാനത്തിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും KSRTC തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കും. അത് ആ വരുമാനം വർദ്ധിപ്പിക്കുന്ന മുറയ്ക്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലൂടെ ഇത്തരം സൗജന്യം നൽകുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ഈ യാത്രാ സൗജന്യം ഓർഡിനറി ബസ്സുകൾ നടപ്പിലാക്കുമ്പോൾ ഒരു മാസം ഏതാണ്ട് 65 മുതൽ 70 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് KSRTCക്ക് സംഭവിക്കുക. അത് വർഷക്കണക്കിൽ നോക്കുമ്പോൾ ഏതാണ്ട് 750 മുതൽ 800 കോടി രൂപയുടെ വരെ നഷ്ടമുണ്ടാകും. ഈ തുക സർക്കാർ നൽകുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശമ്പളവും പെൻഷനും നൽകാനായി പ്രതിവർഷം ഏതാണ്ട് 1500ഓളം കോടി രൂപ KSRTCക്ക് സർക്കാർ നൽകുന്നുണ്ട്. അതിന് പുറമെയാണ് 800 കോടി രൂപ കൂടി നൽകേണ്ടി വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.